പ്ലസ് ടു എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങളുടെ എക്സാമിന് 8 മാർക്സ്, 5 മാർക്സ്, 2 മാർക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. ദേശീയ വരുമാനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ദേശീയ വരുമാനം എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന കുറേ കൺസെപ്റ്റുകൾ, ആശയങ്ങളെക്കുറിച്ച് പറയണം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, ബേസിക് കൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഒന്നാമത്തതാണ് ഫൈനൽ ഗുഡ്സ്, അന്തിമ സാധനങ്ങൾ. ഗുഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അന്തിമ സാധനങ്ങളും മധ്യമ സാധനങ്ങളും. എന്താണ് അന്തിമ സാധനം, ഫൈനൽ ഗുഡ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ആൻ ഐറ്റം ദാറ്റ് ഈസ് മെന്റ് ഫോർ ഫൈനൽ യൂസ് ആൻഡ് ഡസ് നോട്ട് പാസ് ത്രൂ എനി മോർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഈസ് കോൾഡ് എ ഫൈനൽ ഗുഡ്സ്. അന്തിമമായ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാകാത്തതുമായ സാധനങ്ങളെ അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുഡ് വാങ്ങി നേരിട്ട് യാതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയും കടന്നു പോവാതെ നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അന്തിമ ഉപഭോഗത്തിന് വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗുഡ്സിനെ ഫൈനൽ ഗുഡ്സ് എന്ന് പറയും. നമ്മൾ എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് വാങ്ങി നമ്മൾ ഇനി അതിനെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്യാതെ നേരിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇത് ഫൈനൽ യൂസ് ആണ്. ഇത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ടു പ്രൊഡ്യൂസ് ഫൈനൽ ഗുഡ്സ് എന്നാണ്. അന്തിമ ഉപഭോഗത്തിനായി വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കപ്പെടുന്നതായ സാധനങ്ങളെ മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഫൈനൽ ഗുഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫൈനൽ ഗുഡ്സ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള, ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സിനെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്കതൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു കർഷകൻ റോ കോട്ടൺ, പരുത്തി കൃഷി ചെയ്യുന്നു. പരുത്തി കൃഷി ചെയ്ത് ഈ കർഷകൻ ഉൽപ്പാദിപ്പിച്ച പരുത്തി ഒരു സ്പിന്നിങ് മില്ലിന് കൈമാറുന്നു. സ്പിന്നിങ് മിൽ ഈ പരുത്തി ഉപയോഗിച്ച് യാണുണ്ടാക്കുന്നു, നൂലുണ്ടാക്കുന്നു. നൂല് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് നെയ്ത്ത് കമ്പനിക്ക് വിൽക്കുന്നു എന്ന് വിചാരിക്കും. നെയ്ത്ത് കമ്പനിക്ക് വിറ്റ് കഴിഞ്ഞാൽ നെയ്ത്ത് കമ്പനി ഈ നൂല് ഉപയോഗിച്ച് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നു, തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണശാലയ്ക്ക് കൊടുത്താൽ റെഡിമെയ്ഡ് കമ്പനി ഈ തുണി ഉപയോഗിച്ച്, ഈ ക്ലോത്ത് ഉപയോഗിച്ച് റെഡിമെയ്ഡ് ഡ്രസ്സ് ഉണ്ടാക്കും. ഈ റെഡിമെയ്ഡ് ഡ്രസ്സാണ് നമ്മൾ കൺസ്യൂമേഴ്സ് നേരിട്ട് പോയി വാങ്ങിക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഗുഡും റോ കോട്ടൺ, യാൺ, ക്ലോത്ത് എന്നിവ ഈ റെഡിമെയ്ഡ് ഡ്രസ്സ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമാണ്. അതുകൊണ്ട് റോ കോട്ടണും യാണും ക്ലോത്തും ഇന്റർമീഡിയറ്റ് ഗുഡ്സും റെഡിമെയ്ഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഗുഡുമാണ്. അപ്പോൾ ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ യൂസിന് വേണ്ടി വാങ്ങി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള, ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില ഇന്റർമീഡിയറ്റ് ഗുഡ്സ് തന്നെ ചില സന്ദർഭങ്ങളിൽ ഫൈനൽ ഗുഡായും ഉപയോഗിക്കും. ഇനി ഫൈനൽ ഗുഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു. ഫൈനൽ ഗുഡ്സ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഉപഭോഗ വസ്തുക്കളും മൂലധന വസ്തുക്കളും. എന്താണ് കൺസംഷൻ ഗുഡ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഡയറക്ട്ലി ഫോർ കൺസംഷൻ ആൻഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി അതർ പ്രൊഡക്ഷൻ പ്രോസസ് എഗെയിൻ ഈസ് കോൾഡ് കൺസംഷൻ ഗുഡ്സ്. കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് നേരിട്ട് നമ്മൾ ഉപഭോഗത്തിന് വേണ്ടി വിനിയോഗിക്കുകയും വീണ്ടും ഒരു ഉൽപാദന പ്രക്രിയയിലേക്ക് കടന്നു പോകാത്തതുമായ സാധനങ്ങളാണ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങി, നമ്മൾ ഡയറക്റ്റ് കൺസംഷനാണ്, നമ്മൾ നേരിട്ട് അത് ഉപയോഗിക്കുന്നു.
അതുപയോഗിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ കൺസ്യൂം ചെയ്യാണ്, നേരിട്ട് കൺസംഷൻ നടത്തുകയാണ്. അത്തരത്തിലുള്ള ഫൈനൽ ഗുഡാണ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ കൺസംഷൻ ഗുഡ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡ്യൂറബിൾ കൺസംഷൻ ഗുഡ്സും നോൺ ഡ്യൂറബിളും. ഈടുറ്റതും ഈടില്ലാത്തതും. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഈടുറ്റതാണ്, എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. നമ്മൾ സെൽഫ് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, ഇതൊക്കെ വർഷങ്ങൾ നിലനിൽക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സിനെ നമ്മൾ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. എന്നാൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഫുഡ് ഐറ്റംസ്, ഇപ്പം മിൽക്ക്, നമുക്കറിയാം നോൺ ഡ്യൂറബിൾ ആണ്, ഈടില്ലാത്തതാണ്. കുറച്ച് സമയം നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകുന്നതാണ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ്, ക്ലോത്തിങ്, പേപ്പർ, ഇതിനൊക്കെ കുറച്ച് കാലാവധിയേ ഉള്ളൂ. ഡ്യൂറബിൾ ഗുഡ്സ് അങ്ങനെയല്ല, കുറച്ച് അധികം കാലം നിലനിൽക്കുന്ന ഗുഡ്സ് ആണ്, ഈടുള്ളതാണ് ഡ്യൂറബിൾ ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈടില്ലാത്ത തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സ് ആണ്. എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഫൈനൽ ഗുഡ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ ബട്ട് ആർ യൂസ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആർ കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് തന്നെയാണ് ക്യാപിറ്റൽ ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ് തന്നെയാണ് കൺസംഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സും. എന്നാൽ കൺസംഷൻ ഗുഡ്സിൽ നിന്നും ക്യാപിറ്റൽ ഗുഡ്സിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ മാറ്റം, ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കളെ ആണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്, എന്നാൽ ഭാവിയിൽ വീണ്ടും ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്നതായ വസ്തുക്കളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുഡാണ് ക്യാപിറ്റൽ ഗുഡ്. എന്ന് പറഞ്ഞാൽ ഇക്കോണമിയുടെ ഉൽപാദന പ്രക്രിയയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വസ്തുക്കളാണ് ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഇപ്പം മെഷീനറി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗുഡാണ്. മെഷീനറിയുടെ പ്രത്യേകത, നമ്മളത് വാങ്ങുന്നു, ഫൈനൽ ഗുഡായി ഒരു മെഷീനറി നമ്മൾ വാങ്ങുന്നു. അപ്പം നമ്മൾ വാങ്ങുന്ന മെഷീനറി പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്, മറ്റു ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയാൽ നമ്മളത് കൺസ്യൂം ചെയ്യാണ്, ഉപഭോഗം നടത്തുന്നു, അവിടെ അത് കൺസംഷൻ ഗുഡ്സ് ആണ്. എന്നാൽ നമ്മൾ തയ്യൽ മെഷീൻ വാങ്ങുന്നു, തയ്യൽ മെഷീൻ വാങ്ങിയാൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഫൈനൽ ഗുഡാണ്. പക്ഷെ അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്. വീണ്ടും വീണ്ടും നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദനം നടത്തുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും മറ്റുള്ള ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൈനൽ ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറീസ്, ബിൽഡിങ്സ്, മെഷീനറീസ്, ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിക്ക് ഒഴിച്ചുകൂടാനാവാത്ത, ഇക്കോണമിയുടെ നട്ടെല്ലാണ്, അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയയുടെ നട്ടെല്ലാണ് മൂലധന വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഗുഡ്സിലെ രണ്ട് തരത്തിലുള്ള ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് ഡിപ്രീസിയേഷൻ, തേയ്മാനം. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ആൻഡ് എക്സ്പെക്റ്റഡ് ഒബ്സോളസൻസ്. തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒരു മൂലധന വസ്തു അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗുഡ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും, അല്ലെങ്കിൽ കാലഹരണപ്പെടുന്നതോടുകൂടി, കാലങ്ങൾ കഴിയുന്നതോടുകൂടി ആ ക്യാപിറ്റൽ ഗുഡിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായോ നിരന്തരമായി ഉപയോഗിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കാലഹരണപ്പെടുന്നതിൻ്റെയോ ഭാഗമായി ഒരു ക്യാപിറ്റൽ ഗുഡിന് സംഭവിക്കുന്ന മൂല്യനഷ്ടത്തിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു മെഷീനറി വാങ്ങി, മെഷീനറി നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, മറ്റു ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഈ മെഷീനറി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ മെഷീനറിക്ക് ലോസ് ഓഫ് വാല്യൂ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ വാല്യൂ നഷ്ടം വരും. ഇതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇതിൻ്റെ മറ്റൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ഡിപ്രീസിയേഷൻ എന്നുള്ള വാക്കിന് പകരം കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് തരും. ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ നോൺ ആസ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഡിപ്രീസിയേഷൻ്റെ മറ്റൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ.
ഇനി നാഷണൽ ഇൻകം എന്താണ്? ദേശീയ വരുമാനം നിങ്ങൾക്കറിയാം എന്താണ് എന്നുള്ളത്. രാജ്യത്തിന്റെ മൊത്തം വരുമാനമാണ് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടി വിശദമായി നമ്മൾ നാഷണൽ ഇൻകത്തിനെ ഈ ചാപ്റ്ററിൽ പഠിക്കുകയാണ്. നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഇൻ ആൻ ഇയർ. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിൻ്റെ ആകെത്തുകയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു ഇക്കോണമിയിൽ 2 സാധനങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. റൈസ് ആൻഡ് വീറ്റ്, അരിയും ഗോതമ്പും. നമ്മളിത് സങ്കല്പം മാത്രമാണ്. എല്ലാ ഇക്കോണമികളിലും കോടിക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം എടുത്തതാണ്. ഒരു ഇക്കോണമിയിൽ അരിയും ഗോതമ്പും മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 100 കിലോഗ്രാം അരിയും 100 കിലോഗ്രാം വീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1 കിലോഗ്രാം റൈസിൻ്റെ വില 30 റുപ്പീസാണ്. 1 കിലോഗ്രാം വീറ്റിൻ്റെ വില 25 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം അരിയുടെ മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ, മണി വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 കിലോ റൈസിൻ്റെ മണി വാല്യൂ 30 രൂപയാണെങ്കിൽ 100 കിലോഗ്രാം റൈസിൻ്റെ മണി വാല്യൂ എന്ന് പറയുന്നത് 100 × 30 = 3000 ആണ്. അതുപോലെ തന്നെ വീറ്റിൻ്റെ 1 കിലോഗ്രാം വീറ്റിൻ്റെ മണി വാല്യൂ എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം വീറ്റിൻ്റെ മണി വാല്യൂ 100 × 25 = 2500. നാഷണൽ ഇൻകം, ഈ ഇക്കോണമിയുടെ മൊത്തം വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 3000ഉം 2500ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 5500 ആണ് ഈ ഇക്കോണമിയിലെ ദേശീയ വരുമാനം. അപ്പോൾ ഒരു ഇക്കോണമിയുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ആ ഇക്കോണമിയിൽ എത്ര സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു, ആ സാധനങ്ങളുടെ എല്ലാം പണത്തിൻ്റെ മൂല്യം കൂട്ടിയാൽ നമുക്ക് ആ ഇക്കോണമിയുടെ ദേശീയ വരുമാനം കിട്ടും. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ആണ്, നമുക്കറിയാം. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കണക്കിരട്ടിപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഡബിൾ കൗണ്ടിങ് ഈസ് ദ ആക്ട് ഓഫ് കൗണ്ടിങ് ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി മോർ ദാൻ വൺസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുഡിൻ്റെ മൂല്യം തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ മൂല്യം ഒന്നിലേറെ തവണ കണക്കാക്കപ്പെടുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് ഡബിൾ കൗണ്ടിങ്. ഒരു സാധനത്തിൻ്റെ വില 2 പ്രാവശ്യം നമ്മൾ കൂട്ടാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കൂട്ടുന്നതിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈസ് എ വേരിയബിൾ, ഒരു ചരമാണ്, വിച്ച് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇതിൻ്റെ പ്രത്യേകത, ഒരു നിശ്ചിത സമയത്ത് അളക്കാൻ കഴിയുന്ന വേരിയബിളാണ് സ്റ്റോക്ക്. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ടാങ്കിലെ വെള്ളത്തിന് നമുക്ക് പറയാം 100 ലിറ്റർ വെള്ളമാണ് ടാങ്കിലുള്ളത്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കും, ഒരു നിശ്ചിത സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഫ്ലോ എന്ന് പറയുന്നത് ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമുക്കൊരു പീരീഡ് ഓഫ് ടൈം പറയണം, പോയിന്റ് ഓഫ് ടൈമിൽ പറ്റില്ല. പീരീഡ് ഓഫ് ടൈമിലേ നമുക്ക് ഫ്ലോ പറയാൻ പറ്റൂ. നമുക്ക് എത്രയാണ് ശമ്പളം, നമ്മൾ പറയും 1 മാസമാണ് നമ്മുടെ പീരീഡ് ഓഫ് ടൈം. 1 മാസത്തേക്കാണ് ശമ്പളം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം, സമയത്തിൻ്റെ ഒരു കാലയളവ് നമുക്ക് കിട്ടണം. പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറയാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്. ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റാണ്, ഒരു സ്ഥിര ആശയമാണ്. ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കൺസെപ്റ്റാണ്. ഒരു സ്ഥിര ആശയമാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഫ്ലോ എന്ന് പറയുന്നത് ചലനാത്മകമായ ഒരു ആശയമാണ്. നമുക്കൊരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ഫ്ലോ പറയാൻ സാധിക്കൂ. അപ്പോൾ സ്റ്റോക്കും ഫ്ലോയും വേരിയബിൾസ് ആണ്.
ചരങ്ങളാണ്. ചരങ്ങൾ എന്താണെന്ന് നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. മാറ്റം വരുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ ശമ്പളം എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. സാലറി എന്ന് പറയുന്നത് അതൊരു ഫ്ലോ വേരിയബിളാണ്. വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിളാണ്. നമുക്ക് എത്ര സമ്പത്ത്, വെൽത്ത് ഉണ്ട് എന്ന് നമുക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ പറയാം. അതിന് നമുക്കൊരു കാലയളവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ സ്റ്റോക്ക് എന്നും ഫ്ലോ എന്നും പറയുന്ന 2 തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ, സ്റ്റോക്കിനും ഫ്ലോയ്ക്കും കുറച്ച് ഉദാഹരണങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും 2 ഹെഡിങ് കൊടുത്ത് പറയാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്കിന് ഉദാഹരണം വാട്ടർ ഇൻ എ റിസർവോയർ, ഒരു ജലസംഭരണിയിലെ വെള്ളം. നമുക്കറിയാം ഒരു ജലസംഭരണിയിലെ വെള്ളം എത്രയാണ്. ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാം ആ ജലസംഭരണിയിൽ 100 ലിറ്റർ വെള്ളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഫ്ലോ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ ടാങ്ക് ഫ്രം ദ ടാപ്പ് പെർ മിനിറ്റ്. ഒരു ടാപ്പിൽ നിന്നും 1 മിനിറ്റിൽ ടാങ്കിൽ വീഴുന്ന വെള്ളം എത്രയാണ്. അപ്പോൾ 1 മിനിറ്റ് അവിടെ പീരീഡ് ഓഫ് ടൈം പറയാണ്. പീരീഡ് ഓഫ് ടൈമിലാണ് അത് പറയുന്നത്, അത് ഫ്ലോ ആണ്. അതുപോലെ വെൽത്ത്, സമ്പത്ത്, നേരത്തെ പറഞ്ഞു സമ്പത്ത് നമുക്ക് പോയിന്റ് ഓഫ് ടൈമിൽ പറയാം. ഇൻകം നമുക്ക് കാലയളവ് വേണം, ഒരു പീരീഡ് ഓഫ് ടൈം വേണം. സ്റ്റോക്കിന് മറ്റൊരു ഉദാഹരണമാണ് ഇൻവെന്ററി, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, മണി സപ്ലൈ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റുകളാണ്. ഇൻവെന്ററി, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, മണി സപ്ലൈ ഒക്കെ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റുകളാണ്. ഫ്ലോയുടെ ഉദാഹരണങ്ങളാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് മണി, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, അതുപോലെ ഗ്രോസ് വാല്യൂ ആഡഡ്. ഇതൊക്കെ നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്ത കൺസെപ്റ്റുകളാണ്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് സ്റ്റോക്ക് ഫ്ലോ എന്ന് 2ആയി ഡിവൈഡ് ചെയ്ത് പറഞ്ഞു തരാൻ സാധിക്കൂ. അത് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കും ഫ്ലോയും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഈ ഭാഗത്തിൽ പറയുന്നുള്ളൂ.